നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിൽ CBI ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. സ്വപ്ന സുരേഷ് അടക്കം 6 പേരെ പ്രതിയാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അന്തിമ കുറ്റപത്രത്തിൽ ടീം പിണറായി ഉണ്ടാകുമെന്ന് കേസിലെ പരാതിക്കാരനായ അനിൽ അക്കര. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. അടിയന്തര റിപ്പോർട്ട് തേടി മന്ത്രി ബിന്ദു കൃഷ്ണ. അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തു. വടക്കേക്കാട് നായരങ്ങാടി പാലത്തിങ്കൽ ജ്വല്ലറിയിൽ മോഷണ ശ്രമം. ജ്വല്ലറിയുടെ പിൻവശത്തെ ചുമർ തുരന്നാണ് മോഷ്ടാവ് അകത്തു കയറിയത്. കയ്പമംഗലം ചെളിങ്ങാട് തെരുവ് നായ്ക്കൾ ആടിനെ കടിച്ചുകൊന്നു. തിരുവല്ലുവമല പട്ടിപ്പറമ്പിൽ തെരുവ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ അധ്യാപികയുടെ ശരീരം നീരുവന്ന നിലയിൽ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നു. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനമാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ അവസാനിക്കുന്നത്. വാർത്തകൾ വിശദമായി. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിന്റെ അന്തിമ കുറ്റപത്രത്തിൽ ടീം പിണറായി ഉണ്ടാകുമെന്ന് കേസിലെ പരാതിക്കാരനായ അനിൽ അക്കര. ശരിയായ അന്വേഷണം നടക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേസിൽ സ്വപ്ന സുരേഷ് അടക്കം 6 പേർക്കെതിരെ കഴിഞ്ഞ ദിവസം CBI കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിൽ CBI സമർപ്പിച്ച ആദ്യ കുറ്റപത്രത്തിൽ 6 പ്രതികളാണുള്ളത്. ഫ്ളാറ്റ് നിർമ്മാണ കരാർ ലഭിച്ച സന്തോഷ് ഈപ്പനാണ് 1-ാം പ്രതി. സന്തോഷ് ഈപ്പന്റെ കമ്പനിയായ സെയിൻ വെഞ്ചേഴ്സാണ് 2-ാം പ്രതി. 3-ാം പ്രതിയായി ലൈഫ് മിഷനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെട്ട സന്ദീപ് നായർ, UAE കോൺസുലേറ്റ് PRO ആയിരുന്ന സരിത്ത്, സ്വപ്ന സുരേഷ് എന്നിവരാണ് മറ്റു പ്രതികൾ. എന്നാൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന M ശിവശങ്കർ ആദ്യ പ്രതി പട്ടികയിലില്ല. ശിവശങ്കർ, ലൈഫ് മിഷൻ CEO ആയിരുന്ന UV ജോസ് എന്നിവർക്കെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് CBI അറിയിച്ചു. പ്രളയബാധിതർക്ക് ഫ്ളാറ്റ് നിർമ്മിക്കുന്നതിനും ആശുപത്രി സമുച്ചയം പണിയുന്നതിനുമായി UAEയിലെ സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റും ലൈഫ് മിഷനും ഒപ്പുവെച്ച കരാർ പ്രകാരം 21 കോടി ലഭിച്ചിരുന്നു. കൊച്ചി സ്വദേശിയായ സന്തോഷ് ഈപ്പന്റെ ഉടമസ്ഥതയിലുള്ള യൂണിടാക് ബിൽഡേഴ്സ്, സെയിൻ വെഞ്ചേഴ്സ് എന്നീ കമ്പനികൾക്കാണ് ഫ്ളാറ്റ് നിർമ്മാണ കരാർ നൽകിയത്. ഈ ഇടപാടിൽ 4 കോടി രൂപ പ്രതികൾ കമ്മീഷനെ തട്ടിയെടുത്തുവെന്നാണ് കണ്ടെത്തൽ. മുൻ വടക്കാഞ്ചേരി MLA അനിൽ അക്കരയാണ് പരാതിക്കാരൻ. ആദ്യ കുറ്റപത്രം സമർപ്പിച്ചതോടെ പ്രതികരണവുമായി അദ്ദേഹം രംഗത്തെത്തി. അന്തിമ കുറ്റപത്രത്തിൽ ടീം പിണറായി ഉണ്ടാകുമെന്നും ശരിയായ അന്വേഷണം നടക്കണമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് TCV. എരുമപ്പെട്ടി വരവൂരിൽ സർക്കാർ സ്കൂളിലെ അധ്യാപകൻ വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനായ മണികണ്ഠനാണ് 9-ാം ക്ലാസ് വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. അധ്യാപകനെതിരെ ചെറുതുരുത്തി പോലീസ് കേസെടുത്തു. മർദ്ദന ദൃശ്യങ്ങൾ ക്ലാസ്സിലെ മറ്റൊരു കുട്ടി മൊബൈലിൽ പകർത്തിയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത്. കാഴ്ച പരിമിതിയുള്ള അധ്യാപകനായ മണികണ്ഠൻ കഴിഞ്ഞ 18 വർഷമായി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ വെച്ച് പേനയുടെ മൂടി താഴെ വീണതെടുക്കാനായി ഡെസ്കിന് മുകളിലൂടെ നോക്കിയതിനാണ് വിദ്യാർത്ഥിയെ വിളിച്ചു നിർത്തി ക്രൂരമായി മർദ്ദിച്ചത് എന്ന് കുട്ടിയുടെ രക്ഷിതാവ് പറഞ്ഞു. സമൂഹമാധ്യമങ്ങളിൽ ദൃശ്യം വൈറലായതോടെയാണ് കുട്ടിയുടെ രക്ഷിതാവ് സംഭവം അറിയുന്നത്. തൃശൂർ വരവൂരിൽ വിദ്യാർത്ഥിയെ അധ്യാപകൻ തല്ലുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ ഇടപെട്ട് വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. അന്വേഷിച്ച് അടിയന്തര റിപ്പോർട്ട് സമർപ്പിക്കാൻ വകുപ്പ് സെക്രട്ടറിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് നൽകാൻ തൃശൂർ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറെ ചുമതലപ്പെടുത്തി. കുന്നംകുളം പഴഞ്ഞി ചിറയ്ക്കൽ സെന്ററിൽ വയോധികന് ക്രൂരമർദ്ദനമേറ്റു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ചിറയ്ക്കൽ സ്വദേശിയായ 50 വയസ്സുള്ള വനജനാണ് മർദ്ദനമേറ്റത്. ചിറയ്ക്കൽ സ്വദേശി വിബീഷാണ് വനജനെ മർദ്ദിച്ചത്. ഇരുവരും തമ്മിൽ വർഷങ്ങളായി തർക്കങ്ങൾ നിലനിന്നിരുന്നതായി പറയുന്നു. ബുധനാഴ്ച വൈകിട്ട് ചിറയ്ക്കൽ സെന്ററിൽ വെച്ച് ഇരുവരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് വിബീഷ് വനജനെ തലയ്ക്ക് ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. പരിക്കേറ്റ വനജൻ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ ചികിത്സ തേടി. പൊയ്യ AKM ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 വിദ്യാർത്ഥിയെ അധ്യാപകൻ ചെകിടത്തടിച്ചതായി പരാതി. സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥി കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പരാതിയെ തുടർന്ന് അധ്യാപകൻ AB മനുവിനെതിരെ മാള പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥിയെ അടിച്ചതിൽ പ്രതിഷേധിച്ച് SFIയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ പഠിപ്പ് മുടക്കി. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കമ്പ്യൂട്ടർ ലാബിൽ വെച്ച് യൂട്യൂബ് നോക്കിയിരുന്ന വിദ്യാർത്ഥിയെ പിന്നിൽ നിന്ന് പുറത്തു തട്ടിയപ്പോൾ തലകുനിച്ചതിനെ തുടർന്നാണ് കൈ ചെകിടത്തുകൊണ്ടതെന്ന് അധ്യാപകൻ മനു പറഞ്ഞു. PTA കമ്മിറ്റി യോഗം ചേർന്ന് നടപടി വേണമെന്ന് നിർദ്ദേശിച്ചതിനെ തുടർന്ന് സ്കൂൾ മാനേജർ ഔസേപ്പച്ചൻ അമ്പൂക്കൻ ആരോപണ വിധേയനായ അധ്യാപകനോട് 3 മാസത്തെ അവധി
അവധിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടു. നിർബന്ധിത അവധിയിൽ പോയ അധ്യാപകന് പകരം താൽക്കാലിക നിയമനം നടത്തുന്നതിന് പ്രിൻസിപ്പാൾ നടപടി സ്വീകരിച്ചു. വടക്കേക്കാട് നായരങ്ങാടി പാലത്തിങ്കൽ ജ്വല്ലറിയിൽ മോഷണശ്രമം. ജ്വല്ലറിയുടെ പിൻവശത്തെ ചുമർ തുറന്ന് മോഷ്ടാവ് അകത്ത് കയറിയെങ്കിലും ലോക്കറിലെ അലാറം ശബ്ദിച്ചതിനെ തുടർന്ന് ഓടി രക്ഷപ്പെട്ടു. പുലർച്ചെയാണ് സംഭവം. ജ്വല്ലറിയുടെ ലോക്കർ റൂമിന്റെ പുറകുഭാഗത്തുള്ള ഒരാൾക്ക് കടക്കാവുന്ന രൂപത്തിൽ തുറന്നിട്ടുള്ളത്. മോഷണ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഗ്ലൗസും മുഖംമൂടിയും ധരിച്ചിട്ടുള്ളതിനാൽ ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ചുമർ തുറക്കാൻ ഉപയോഗിച്ച സാധന സാമഗ്രികൾ സമീപത്തു നിന്നും കണ്ടെത്തി. കയ്പമംഗലം ചളിങ്ങാട് തെരുവുനായ്ക്കൾ ആടിനെ കടിച്ചു കൊന്നു. ചളിങ്ങാട് ജുമാ മസ്ജിദിന് സമീപം കടവിൽ ഷെരീഫിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന ആടിനെയാണ് കടിച്ചു കൊന്നത്. വീട്ടുപരിസരത്ത് കെട്ടിയിട്ടിരുന്ന ആടിനെ 8ഓളം തെരുവുനായ്ക്കൾ ചേർന്നാണ് കടിച്ചു കീറിയത്. പ്രദേശത്ത് തെരുവുനായ ശല്യം കൂടുതലാണെന്ന് വീട്ടുകാർ പറഞ്ഞു. തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞയാഴ്ച സെൻസസ് ഡ്യൂട്ടിക്കിടെ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ അധ്യാപികയുടെ ശരീരം നീരുവന്ന നിലയിൽ. അധ്യാപികയെ കടിച്ച നായ്ക്ക് പേവിഷബാധയുണ്ടോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. പട്ടിപ്പറമ്പ് MRN MLP സ്കൂളിലെ അധ്യാപികയായ ആരതിക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ദിവസങ്ങൾക്ക് മുൻപ് തിരുവില്ലോമല പഞ്ചായത്തിലെ പട്ടിപ്പറമ്പ് അരക്കമല ഉന്നതിയിൽ വെച്ചായിരുന്നു സംഭവം. കടിയേറ്റത്തിനെ തുടർന്ന് കൃത്യമായ വാക്സിനേഷനും ആന്റിബയോട്ടിക് ചികിത്സകളും നടത്തിയെങ്കിലും ആരോഗ്യസ്ഥിതി സാധാരണ നിലയിലായിട്ടില്ല. കാൽ മുഴുവൻ നീരുവന്ന് വീർത്ത് നീലനിറമായ അവസ്ഥയിലാണ്. മറ്റൊരാളുടെ സഹായമില്ലാതെ നടക്കാൻ പോലും കഴിയുന്നില്ല. എനിക്ക് രണ്ടാൾ വിളിച്ചിട്ടാണ് എണിച്ചിട്ടുണ്ടായിരുന്നത്. മോളും ഹസ്ബൻഡും അമ്മ എല്ലാവരുടെയും സഹായത്തിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. ഇപ്പോഴും ബാൻഡേഡ് ചുറ്റിയിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അധ്യാപികയെ കടിച്ച അന്നേ ദിവസം ഇതേ തെരുവുനായ പ്രദേശത്തെ മറ്റു 3 പേരെയും പശുക്കളെയും കടിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. തുടർന്ന് ഈ നായ ചാവുകയും ചെയ്തു. അവിടെ രാവിലെ ഒരാൾക്ക് കടിയേൽക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്തുള്ള ചേച്ചി എന്റെ കൂടെ സഹായത്തിനായി വരികയും ചെയ്തിരുന്നു. ഒരു വീട്ടിൽ കയറി സെൻസസ് എടുക്കുന്നതിന്റെ ഇടയിലാണ് പട്ടി നിന്ന് ആരും കണ്ടിരുന്നില്ല. പട്ടിയുടെ സൗണ്ട് ഒന്ന് കേൾക്കാനായി സാധിച്ചത്. ഞാൻ ചികിത്സയിൽ ഒരാഴ്ച എനിക്കിത് സംഭവിച്ചിട്ട് ഇപ്പൊ കാലെല്ലാം നീര് ബാധിച്ച് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തെരുവുനായ ശല്യം നേരിടുന്ന പ്രദേശങ്ങളിലൊന്നാണ് തിരുവില്ലോമല പഞ്ചായത്ത്. നിരവധി ആളുകൾക്ക് ഇവിടെ നായയുടെ കടിയേൽക്കുകയും വളർത്തുമൃഗങ്ങൾ ചാവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ പഞ്ചായത്ത് ഭരണസമിതി യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. തെരുവുനായ ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നും പരിക്കേറ്റ അധ്യാപികയ്ക്ക് സഹായങ്ങൾ ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാവുകയാണ്. TCV ന്യൂസ്, ചേലക്കര. ഇടവേള. ഏത് ബഡ്ജറ്റിലും ഹാപ്പിയാർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻസ്, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. അറിഞ്ഞു, ടുലിപ്സിൽ സലൂൺ ചരിത്രം ഇന്ന് വരെ കാണാത്ത ക്യാഷ് പ്രൈസ് ഓണം. ചരിത്രത്തിൽ ആദ്യമായി പുരികം ത്രെഡ് ചെയ്യൂ, 100 ഡേയ്സ് ചലഞ്ചിൽ പങ്കെടുക്കൂ. നറുക്കെടുപ്പിലൂടെ ടുലിപ്സിൽ നിന്ന് നേടും. 1ാം സമ്മാനമായി 1 ലക്ഷം രൂപ, 2ാം സമ്മാനമായി 50,000 രൂപ, 3ാം സമ്മാനമായി 25,000 രൂപ, 4ാം സമ്മാനം 5 പേർക്ക് 10,000 രൂപ. അപ്പൊ എങ്ങനെയാ, സെറ്റ് അല്ലേ? ടുലിപ്സ് ഓണം, ക്യാഷ് പ്രൈസ് ഓണം. Tulips, every beauty solution under a single umbrella. French Dairy Pistachio Kunafa Bar. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. സ്കിന്നിന്റെ കാര്യമാണ്, അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ, ഇപ്പോൾ ഹരിതയിൽ നിന്നും. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വാർത്തകളിലേക്ക് വീണ്ടും. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം വെള്ളിയാഴ്ച അവസാനിക്കും. പോകുന്നതിനായി മത്സ്യബന്ധന ഹാർബറുകളിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്.
52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനമാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ അവസാനിക്കുന്നത്. മത്സ്യബന്ധന ഹാർബറുകളിൽ പ്രതീക്ഷയോടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ശനിയാഴ്ച പുലർച്ചെ ബോട്ടുകൾ കടലിലിറങ്ങും. ട്രോളിംഗ് നിരോധനം അവസാനിക്കാനിരിക്കെ നാട്ടിലേക്ക് പോയ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിരിച്ചെത്തി. ബോട്ടുകൾ എണ്ടടിച്ചൊരുങ്ങി. പുതിയ വലകളും തയ്യാറായി. ഐസും വെള്ളവും മറ്റത്യാവശ്യ സാധനങ്ങളും ഒരുക്കുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധന സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്തിയും ചെമ്മീനും ലഭിച്ചിരുന്നു. കിളിമീൻ, കൂന്തൽ, ചെമ്മീൻ എന്നിവയിലാണ് ബോട്ടുകാർക്ക് പ്രതീക്ഷയുള്ളത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലിൽ പോകുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ലെങ്കിലും മത്സ്യത്തിന്റെ ലഭ്യതയിൽ ഇത്തവണ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇത് മീനിന്റെ വില ഗണ്യമായി വർദ്ധിക്കാനും കാരണമായി. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതോടെ ആവശ്യാനുസൃതം മത്സ്യം ലഭിക്കുകയും നിലവിലെ വില കുറയുകയും ചെയ്യുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് TCV. കടവല്ലൂർ കൊരട്ടിക്കരയിൽ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കല്ലുംപുറം ചീരൻ വീട്ടിൽ 32 വയസ്സുള്ള റോബിൻ ആണ് മരിച്ചത്. ജൂലൈ 15 വൈകിട്ട് പെരുമ്പിലാവ് കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ കൊരട്ടിക്കര പ്രിയദർശിനി സ്റ്റോപ്പിന് സമീപമായിരുന്നു അപകടം നടന്നത്. കുന്നംകുളം ഭാഗത്തു നിന്നും ചങ്ങരംകുളം ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ റോബിൻ സഞ്ചരിച്ചിരുന്ന ബൈക്ക് എതിർദിശയിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ലോ ഫ്ലോർ ബസ്സിൽ ഇടിച്ചായിരുന്നു അപകടം. കുന്നംകുളം ചെമ്മണ്ണൂരിൽ വീട്ടിൽ നിന്നും കഞ്ചാവും MDMAയുമായി യുവാവിനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പാനപ്പറമ്പ് മമ്പറമ്പത്ത് വീട്ടിൽ മുകേഷാണ് അറസ്റ്റിലായത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് 9.63 ഗ്രാം MDMAയും 250 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തത്. ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും കുന്നംകുളം പോലീസും ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. സ്കൂൾ കുട്ടികൾക്കുൾപ്പെടെ എത്തിക്കുന്ന ലഹരി മാഫിയ സംഘത്തിലെ പ്രധാന കണ്ണിയാണ് മുകേഷ് എന്ന് പോലീസ് പറഞ്ഞു. പൊയ്യയിൽ കിടപ്പുരോഗി സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ ഹോം നഴ്സിനെയും സുഹൃത്തിനെയും മാള പോലീസ് അറസ്റ്റ് ചെയ്തു. എറണാകുളം നെട്ടൂർ സ്വദേശി അനുഷ, പത്തനംതിട്ട മൈലാപ്പാറ സ്വദേശി പ്രിൻസ് എന്നിവരെയാണ് ഗോവയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. പൊയ്യ അമ്പൂക്കൻ വീട്ടിൽ എബ്രഹാം നൽകിയ പരാതിയിലാണ് നടപടി. ഇയാളുടെ ഭാര്യ വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനാൽ പരിചരിക്കാനായാണ് ഹോം നഴ്സായ അനുഷയെ ചുമതലപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ 23-നാണ് പ്രതി മോഷണം നടത്തിയത്. മോഷണശേഷം അനുഷയ്ക്ക് രക്ഷപ്പെടാൻ വാടക കാർ ഏർപ്പെടുത്തി നൽകിയത് പ്രിൻസാണെന്ന് പോലീസ് പറഞ്ഞു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ യുവാവിനെ 3 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കാസർഗോഡ് സ്വദേശി മുഹമ്മദ് സജീറിനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2021-ലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പിഴ അടയ്ക്കാത്ത പക്ഷം 6 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ എന്നിവർ കോടതിയിൽ ഹാജരായി. കൊടകര ടൗണിൽ വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്ന പൊതു ശുചിമുറി പ്രവർത്തന സജ്ജമാകുന്നു. പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. 2017-ലാണ് കൊടകര ഫ്ലൈ ഓവർ ജംഗ്ഷൻ, ഗാന്ധിനഗർ ജംഗ്ഷൻ, ഡോൺ ബോസ്കോ സ്കൂൾ പരിസരം എന്നിവിടങ്ങളിൽ പൊതു ശുചിമുറികൾ സ്ഥാപിച്ചത്. 2 രൂപ, 5 രൂപ നാണയങ്ങളിട്ട് പൊതുജനങ്ങൾക്ക് പ്രാഥമികാവശ്യങ്ങൾ നിർവഹിക്കാനാകുന്ന തരത്തിലാണ് ഇവ ഒരുക്കിയിരുന്നത്. പിന്നീട് അറ്റകുറ്റപ്പണികൾ നടത്താതിരിക്കുകയായിരുന്നു. നവീകരണം പൂർത്തിയായതോടെ ശുചിമുറികൾ സൗജന്യമായി ഉപയോഗിക്കാനാകും. കൊടകര പട്ടണത്തിലെത്തുന്ന പൊതുജനങ്ങൾക്ക് സൗജന്യമായി 24 മണിക്കൂറും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അത് നമ്മൾ ചിട്ടപ്പെടുത്തുന്നത്. തീർച്ചയായും കോയിനിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയിലായിരുന്നു ഇതിൻ്റെ പ്രവർത്തനം മുൻകാലം ഉണ്ടായിരുന്നത്. എന്നാൽ ആ രീതി മാറ്റിക്കൊണ്ട് 24 മണിക്കൂറും സൗജന്യമായി ഉപയോഗിക്കുന്ന രീതിയിലേക്കാണ് അതിൻ്റെ കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. ഏകദേശം ഒരു 3-4 വർഷങ്ങളായിട്ട് അത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അടഞ്ഞെടുക്കുകയാണ്. എന്നാൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട ബസ് ടോയ്ലറ്റ് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുക്കുകയും അതിനെ തുടർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് കിടന്നിരുന്ന ടോയ്ലറ്റിന് വൈദ്യുതി ബന്ധം ഏർപ്പെടുത്തുകയും വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണം ഉണ്ടായിരുന്ന സ്ഥാനത്ത് അത് പൈസ അടച്ചത് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഈ കുറച്ച് അറ്റകുറ്റപ്പണികൾ അത് നിലനിൽക്കുന്നുണ്ടായിരുന്നു. വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സമയത്ത് അതിന് ബദൽ സംവിധാനം എന്നുള്ള നിലയിൽ ഒരു വാട്ടർ ടാങ്ക് സ്ഥാപിക്കുകയും അതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരിൽ നിന്നുള്ള ഫണ്ട് കുറവ് കാരണം പഞ്ചായത്തുകളുടെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാണെന്ന് ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്. ബ്ലോക്കിലെ 4 പഞ്ചായത്തുകളിലുമായി ഏകദേശം 6 കോടി രൂപയുടെ കുറവാണ് ഉള്ളതെന്ന് ശ്രീവിദ്യ രാജേഷ് പറഞ്ഞു. ഇതിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രം 1,34,78,800 രൂപ വിതരണം ചെയ്തിട്ടില്ല.
തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ കാരണം ഫണ്ട് ലഭിക്കുന്നതിൽ കാലതാമസം വ്യത്യാസമില്ലാതെ ഈ പ്രശ്നം നേരിടാനാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രമേയം അവതരിപ്പിച്ചത് എന്നും അവർ വ്യക്തമാക്കി. ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും പ്രമേയം പിന്തുണച്ച് പാസാക്കുകയായിരുന്നു. പിന്നീട് പുറത്തുപോയി ആരോപണമുന്നയിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും അവർ കുറ്റപ്പെടുത്തി. വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS അഖിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആളൂർ മാള റോഡ് ജംഗ്ഷനിൽ ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് നൽകിയില്ല എന്ന തെറ്റിദ്ധാരണയുടെ പേരിൽ ലോറി തടഞ്ഞ് ഡ്രൈവറെ ആക്രമിച്ച് ലോറി തല്ലിത്തകർത്ത സംഭവത്തിൽ 5 പേരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വേളൂക്കര നടവരമ്പ് സ്വദേശി സനൽ, തെക്കുംകര കോണത്തുകുന്ന് സ്വദേശി കണ്ണൻ, എടക്കുളം സ്വദേശി മനീഷ്, എടത്തിരിഞ്ഞി അറസ്റ്റിലായത്. ബുധനാഴ്ച വൈകിട്ടാണ് കൊമ്പുടിഞ്ഞമാക്കലിലെ സപ്ലൈകോയിലേക്ക് അരിയുമായി വന്ന ലോറി തടഞ്ഞ് ഡ്രൈവറെ ആക്രമിച്ചത്. ചാവക്കാട് ആലുംപടിയിൽ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനം സാമൂഹിക വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചു. സിനിമാ സംവിധായകൻ വിജീഷ് മണിയുടെ ജീപ്പാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. തീയും പുകയും ഉയരുന്നത് കണ്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് വാഹനം കത്തുന്നത് കണ്ടത്. ഗുരുവായൂരിൽ നിന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത്. 2 പേർ ചേർന്ന് വാഹനം കത്തിച്ച ശേഷം ഓടി രക്ഷപ്പെടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ വീട്ടുകാർക്ക് ലഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ചാവക്കാട് പോലീസ് കേസെടുത്തു. അപേക്ഷ തയ്യാറാക്കാൻ മഷിയുടെ നിറം ഏതായിരിക്കണമെന്ന് നിയമവും ചട്ടവും നിലവിലില്ലെന്ന് സർക്കാർ. മാള സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്ത് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപ്പീൽ അപേക്ഷയിലാണ് ജോയിന്റ് സെക്രട്ടറി PM രാധ മറുപടി നൽകിയത്. സർക്കാർ ഓഫീസുകളിലേക്ക് നൽകുന്ന അപേക്ഷയിലും ഒപ്പിലും ഏത് നിറത്തിലുള്ള മഷിയിൽ വേണമെന്ന് ചട്ടമോ നിയമമോ ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ അതിന്റെ രേഖകളും ആവശ്യപ്പെട്ടാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ നൽകിയിരുന്നത്. വിവരം ലഭ്യമല്ലെന്ന് മറുപടി നൽകിയത് അത്തരത്തിൽ ചട്ടവും നിയമവും ഇല്ലാത്തതിനാലാണെന്ന് ജോയിന്റ് സെക്രട്ടറി അറിയിച്ചു. KK രാമചന്ദ്രൻ MLAയുടെ പുതിയ ഓഫീസ് പുതുക്കാട് CG ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഓൾഡ് പബ്ലിക് കമ്പനി ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ പ്രിയനന്ദനൻ, CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ TA രാമകൃഷ്ണൻ, PK ശിവരാമൻ, NN ദിവാകരൻ, CPI സംസ്ഥാന കൗൺസിൽ അംഗം VS പ്രിൻസ് തുടങ്ങിയവർ പങ്കെടുത്തു. പുതുക്കാട് മേൽപ്പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ടായിരുന്ന കെട്ടിടം പൊളിച്ചു മാറ്റിയതിനെ തുടർന്നാണ് പുതിയ ഓഫീസിലേക്ക് പ്രവർത്തനം മാറ്റിയത്. ഗുരുവായൂർ ആനത്താവളത്തിലെ ആനകൾക്ക് കഴിഞ്ഞ 1 മാസമായി നടന്നുവന്നിരുന്ന സുഖചികിത്സ സമാപിച്ചു. ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്, അഡ്മിനിസ്ട്രേറ്ററുടെ ചുമതലയുള്ള ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ഭരണസമിതി അംഗം C മനോജ് എന്നിവർ ചേർന്ന് ആനകൾക്ക് ഔഷധ ചോറുരുള നൽകി. 9 ലക്ഷം രൂപയാണ് സുഖചികിത്സയ്ക്കായി ദേവസ്വം ചെലവിട്ടത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് കീ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി ഒരു EV കാർ. സബ്സ്ക്രൈബ് ചെയ്യൂ, റിന്യൂ ചെയ്യൂ, നേടൂ മറ്റനേകം സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക് വീണ്ടും. 12 വർഷത്തെ ജയിൽ ജീവിത കഥ പറയുന്ന പെണ്ണുങ്ങളുടെ ജയിൽ എന്ന പുസ്തകത്തിലൂടെ ശ്രദ്ധേയയായ ലിസി റോസക്കുട്ടി അനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ സദസ്സ് സാഗൂതം കേട്ടിരുന്നു. ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ വായനശാല സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിലാണ് ലിസി റോസക്കുട്ടി തന്റെ പൊള്ളുന്ന ജീവിതകഥ പറഞ്ഞത്. ജയിലിലടയ്ക്കുന്നവരെല്ലാം കുറ്റവാളികളല്ല. നിരവധി നിരപരാധികൾ ഇരുമ്പഴിക്കകത്തുണ്ട്. സ്വന്തം അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ലിസി റോസക്കുട്ടി പറയുമ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ വായനശാലയുടെ അകത്തളം നിശബ്ദമായി കാതോർത്തു.
ചതിക്കപ്പെട്ട് ജയിലിലായ തന്റെ കഥയും ജയിലിനകത്തെ കഥയും പങ്കുവയ്ക്കുമ്പോൾ എഴുത്തുകാരിയുടെ സങ്കടം സദസ് ഏറ്റുവാങ്ങി. 16 വർഷത്തെ വിവാഹ ജീവിതത്തിലെ ദുരനുഭവങ്ങളും ജയിൽ ജീവിതവും പറയുന്ന പുസ്തകം ലിസിയുടെ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ച് കഷ്ടപ്പാടുകൾ തീർന്നു. വയസ്സായ അമ്മയ്ക്ക് വേണ്ടിയാണ് ഇനി ജീവിതം. 90 വയസ്സുകാരിയായ അമ്മയാണെല്ലാം. മുഖാമുഖം പരിപാടിയിൽ ലിസി റോസക്കുട്ടി പറഞ്ഞു. ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത, ഉപയോഗിച്ചിട്ടില്ലാത്ത മയക്കുമരുന്ന് കേസിൽ വഞ്ചിതയായി ജീവിതത്തിന്റെ നല്ല ഭാഗം ജയിലറയ്ക്കുള്ളിൽ ഹോമിക്കേണ്ടി വന്നു. അസുഖബാധിതയായ അമ്മയെ കാണുന്നതിന് അനുവദിച്ച പരോൾ അവസാന നിമിഷം മറ്റൊരു തടവുകാരിക്ക് നൽകിയതും ഇത് ചോദിച്ചതിന് ജയിൽ അസംബ്ലി വിളിച്ച് തന്നെ അപമാനിച്ചതും ഉൾപ്പെടെയുള്ള അനുഭവങ്ങളാണ് 2 മണിക്കൂറോളം ലിസി പങ്കുവച്ചത്. വായനശാല സെക്രട്ടറി UT പ്രേംനാഥ്, NH താംസൺ, അഡ്വക്കേറ്റ് M ബിജുകുമാർ, ബിന്ദു രാജു, ഗിരിജ രാധാകൃഷ്ണൻ, ശ്രീരഞ്ജിനി തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ചെറുകിട പ്രസ്സുകളെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേരള പ്രിന്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ലൈസൻസ് നേടുന്നതിന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി പത്രം ഹാജരാക്കണം എന്ന നിർദ്ദേശം നിരവധി ചെറുകിട പ്രസ് ഉടമസ്ഥരെ അടച്ചുപൂട്ടലിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സംഘടനയുടെ 41ാമത് തൃശൂർ ജില്ലാ സമ്മേളനം ഞായറാഴ്ച കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സമ്മേളനം യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് സണ്ണി കുണ്ടുകുളം, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജീവ് ഉപ്പത്ത്, സംസ്ഥാന സെക്രട്ടറി രവി പുഷ്പഗിരി, ജില്ലാ സെക്രട്ടറി P ബിജു, കൊടുങ്ങല്ലൂർ മേഖലാ പ്രസിഡന്റ് TL സത്യൻ, കൊടുങ്ങല്ലൂർ മേഖലാ സെക്രട്ടറി സുനിൽ P മതിലകം, കൊടുങ്ങല്ലൂർ മേഖലാ ട്രഷറർ PK അലി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വഴിയരികിൽ അപകടത്തിൽപ്പെട്ട് കിടന്നവരെ ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലെത്തിക്കാൻ സഹായിച്ച മകന്റെ ഫോട്ടോ ആളൂർ പോലീസ് ദുരുപയോഗിച്ചുവെന്നും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുവെന്നും ആരോപിച്ച് ആളൂർ സ്വദേശിനി വാഴക്കൻ വീട്ടിൽ സരിത ജോയ് റൂറൽ SP-ക്ക് പരാതി നൽകി. അപകടസ്ഥലത്ത് ആംബുലൻസ് ഡ്രൈവർ സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് പരിക്കേറ്റവരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് സരിത പറയുന്നു. അതേസമയം സംഭവ ദിവസം ആളൂരിലെ വയനാടൻ ബിരിയാണി കടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ യുവാക്കൾ തമ്മിൽ അടിപിടി നടന്നിരുന്നു. ആക്രമണ സംഭവത്തിൽ 3 പേരുണ്ടായിരുന്നുവെന്ന് കടയിലുണ്ടായിരുന്നവർ പറഞ്ഞതിനെ തുടർന്ന് മൂന്നാമനാണെന്ന സംശയത്തിലാണ് പോലീസ് ഇയാളെ പരിശോധിച്ചത് എന്ന് സമീപത്തെ കടകളിലുണ്ടായിരുന്നവർ പറഞ്ഞു. ആക്രമണം നടത്തിയവരുടെ കൂട്ടത്തിലുള്ളയാളാണോ, ഇവരുമായി ബന്ധമുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ആശുപത്രിയിൽ വെച്ച് വിവരങ്ങൾ ചോദിച്ചത് എന്നും ചിത്രം പകർത്തി പോലീസ് പ്രചരിപ്പിച്ചിട്ടില്ലെന്നും ഇരിഞ്ഞാലക്കുട DYSP M സന്തോഷ് കുമാർ, ആളൂർ SHO ഹരിക്കുട്ടൻ KV എന്നിവർ മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാന കൃഷിവകുപ്പിന്റെ ആത്മ കിസാൻ ഗോസ്തി മുല്ലശ്ശേരി ബ്ലോക്ക് തല ഉദ്ഘാടനം പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA നിർവഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമന്റ് ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. പ്രോജക്ട് ഡയറക്ടർ സോഫിയ A ജോൺ, വൈസ് പ്രസിഡന്റ് A ഷിജിന, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗ്രേസി ജേക്കബ്, മിനി മോഹൻദാസ്, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MK അനിൽകുമാർ, ലിജി റോയ്, റസിയ ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ചിത്രസൗധം ആർട്ട് ഗ്യാലറിയിൽ സുഹൃത്ത് സംഘം ചലച്ചിത്ര സംവിധായകൻ ഭരതന്റെ 28ാം ഓർമ്മ ദിനാചരണം സംഘടിപ്പിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. ഗീതം സംഗീതം സെക്രട്ടറി സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. KB പ്രമോദ്, TV അനന്തനാരായണൻ, KA നിഷാദ് എന്നിവർ സംസാരിച്ചു. കൊടകര റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം വെള്ളിയാഴ്ച ചാലക്കുടി സ്കൈ ഇന്റർനാഷണൽ ഹോട്ടലിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വരുന്ന വർഷം ഹോപ്പ് പദ്ധതിയിലൂടെ ഭവനരഹിതർക്ക് വീടുകൾ നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ VV ബോബിഷ്, നൈജോ ആൻഡോ, അഭിലാഷ് അശോകൻ, സിൻഡോ ദേവസി എന്നിവർ പങ്കെടുത്തു. പാലക്കാട് പല്ലാവൂർ സ്വദേശി കരിമ്പാറത്തൊടിയിൽ സുരേഷിനെ കാണാനില്ലെന്ന് പരാതി. മലമ്പുഴ ഭാഗത്ത് ജോലിക്ക് പോയ ഇയാളെ കാണാതാവുകയായിരുന്നു. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 73-40-40-02 എന്ന നമ്പറിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കേണ്ടതാണ്. ഗുരുവായൂർ മമ്മിയൂർ അത്താണി ജംഗ്ഷനിൽ കാറുകൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ബ്രഹ്മകുളം പാറാട്ട് വീട്ടിൽ റാഷിദിനാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്തു നിന്നും വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിരെ വന്ന കാറിൽ തട്ടി സമീപത്തെ മതിലിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരു കാറുകളുടെയും മുൻവശം തകർന്നു. അപകടത്തെ തുടർന്ന് മമ്മിയൂരിൽ ഏറെ നേരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടു. ടെമ്പിൾ പോലീസ് എത്തിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്.
അരിമ്പൂർ പഞ്ചായത്തും എറവ് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയും സംയുക്തമായി രോഗപ്രതിരോധ ക്യാമ്പും ബോധവൽക്കരണവും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് CL ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് നവ്യ അഖിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ കൃപ, ഡോക്ടർ ഗംഗാദേവി എന്നിവർ നേതൃത്വം നൽകി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ, മെമ്പർമാരായ പോൾ, കുഞ്ഞുമോൻ, ദിലീഷ്, തോമസ്, അലൈവ്, ഇനാശു എന്നിവർ പങ്കെടുത്തു. തൃപ്രയാർ സെന്ററിൽ നിന്ന് ആൽബിനോ എന്ന അപൂർവ ഇനത്തിൽപ്പെട്ട കറുപ്പും വെളുപ്പും നിറമുള്ള മരപ്പട്ടിയെ പിടികൂടി. തൃപ്രയാറിലെ ഷോപ്പിംഗ് മാളിനു സമീപത്തു നിന്നാണ് മരപ്പട്ടിയെ പിടികൂടിയത്. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അറിയിച്ചതിനെ തുടർന്ന് മാന്നാമംഗലം ഫോറസ്റ്റ് സ്നേക്ക് വാച്ചർ ടൈറ്റസ് എത്തിയാണ് മരപ്പട്ടിയെ പിടികൂടിയത്. തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിലെ ഈ അധ്യയന വർഷത്തെ കലോത്സവം കാവ്യാഞ്ജലിക്ക് തുടക്കമായി. പൂർവ്വ വിദ്യാർത്ഥിനിയും ചലച്ചിത്ര താരവുമായ ഏഞ്ചൽ മേരി ജോൺസൺ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ആഗ്നസ് അധ്യക്ഷത വഹിച്ചു. PTA എക്സിക്യൂട്ടീവ് അംഗം അരുൺ കുമാർ, അധ്യാപകരായ ഹേമറിൻ തോമസ്, വിൻസി രാജു, നിമ്മി AM തുടങ്ങിയവർ സംസാരിച്ചു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,230 രൂപ, പവന് 1,05,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യം. സ്വപ്നങ്ങൾ തിരിച്ചുപിടിക്കാൻ TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് കേസിൽ CBI ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു. സ്വപ്ന സുരേഷ് അടക്കം 6 പേരെ പ്രതിയാക്കിയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. അന്തിമ കുറ്റപത്രത്തിൽ ടീം പിണറായി ഉണ്ടാകുമെന്ന് കേസിലെ പരാതിക്കാരനായ അനിൽ അക്കര. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. അടിയന്തര റിപ്പോർട്ട് തേടി മന്ത്രി ബിന്ദു കൃഷ്ണ. അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തു. വടക്കേക്കാട് നായരങ്ങാടി പാലത്തിങ്കൽ ജ്വല്ലറിയിൽ മോഷണ ശ്രമം. ജ്വല്ലറിയുടെ പിൻവശത്തെ ചുമർ തുരന്നാണ് മോഷ്ടാവ് അകത്തു കയറിയത്. കയ്പമംഗലം ചളിങ്ങാട് തെരുവുനായ്ക്കൾ ആടിനെ കടിച്ചുകൊന്നു. തിരുവല്ലുവാമല പട്ടിപ്പറമ്പിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ അധ്യാപികയുടെ ശരീരം നീരുവന്ന നിലയിൽ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നു. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനമാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ അവസാനിക്കുന്നത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.